തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. ചിമ്മിനി ഉൾക്കാട്ടിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയെന്ന വെൽഫെയർ പാർട്ടി. വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളോ കൃത്യമായ മാനദണ്ഡങ്ങളോ പാലിക്കാത്തതാണ് കുമാറിന്റെ മരണത്തിന് കാരണമായതെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. ചിമ്മിനി ഉൾക്കാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പിനെതിരെ കടുത്ത പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി. ഫയർലൈൻ ജോലികൾക്കും മറ്റുമായി ജീവനക്കാരെ കാട്ടിലേക്ക് വിടുമ്പോൾ പാലിക്കേണ്ട ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് വെൽഫെയർ പാർട്ടി ആരോപിക്കുന്നു. സ്വയം പ്രതിരോധിക്കുവാനുള്ള ഉപകരണങ്ങൾ പോലും ജീവനക്കാർക്ക് നൽകുന്നില്ല എന്നത് സർക്കാർ സാധാരണക്കാരുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് പറഞ്ഞു. കൊല്ലപ്പെട്ട കുമാറിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 മാസത്തിനിടെ കേരളത്തിൽ മാത്രം 25ഓളം പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനം വകുപ്പിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. കഴിഞ്ഞ വ്യാഴാഴ്ച ചിമ്മിനി വനപ്രദേശത്ത് ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. 6 പേരാണ് ഫയർലൈൻ വർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ചിമ്മിനി ഉൾവനത്തിലേക്ക് പോയത്, എച്ചിപ്പാറ പ്രദേശത്ത്. പക്ഷെ അവിടെ പോകുമ്പോൾ 6 പേര് പോകുമ്പോൾ അതിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പകൽ പോലും വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ എച്ചിപ്പാറ എന്ന പ്രദേശം. ചിമ്മിനി പ്രദേശത്തൊക്കെ ഇപ്പോൾ ഞാൻ അവിടെ പോയി വരുമ്പോൾ തന്നെ അവിടെ റബ്ബർ കാട്ടിൽ 3 ആനകളെ കണ്ടിരുന്നു. വന്യമൃഗങ്ങൾ ഭീഷണിയുള്ള ഈ സ്ഥലത്ത് പോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ 2 പേരും ഫോറസ്റ്റ് വാച്ചർമാർ 4 പേരുമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അവർ കൈവശം വയ്ക്കേണ്ട ആയുധങ്ങൾ, കരുതേണ്ട ആയുധങ്ങൾ, അതുപോലെ തന്നെ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് കുറ്റകരമാണ്. സാധാരണക്കാരുടെ ജീവന് സർക്കാർ വില കൽപ്പിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. സന്ദർശന വേളയിൽ പ്രവർത്തകരായ PM അബ്ബാസ്, KA അബ്ദുൽ കരീം, CV ഷാജി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.